MBA മീൻസ് മാനേജ്മെന്റ് ബൈ ആബ്സെൻസ്. മാനേജ്മെന്റ് ബൈ ആബ്സെൻസ്. അതായത് നമ്മുടെ ആബ്സെൻസിലും നമുക്കിത് മാനേജ് ചെയ്യാൻ പറ്റണം. ഇത് എങ്ങനെ പഠിക്കും, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഇതാണ് നമ്മുടെ ചർച്ച. അപ്പോൾ ആ ഒരു ക്യാപ്സ്യൂൾ രൂപത്തിൽ ഈ കാര്യത്തെ ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവിടെ മുതൽ അതൊരു ഗെയിം ചേഞ്ചറാണ്. നമ്മൾ വളരെ ടൂർ പോകാന്നൊക്കെ പറയുമ്പോഴേ മാറിയെന്നാൽ ശരിയാവുള്ളൂ, നമ്മളുടെ ശ്രദ്ധയില്ലാതെ. ഇവരപ്പോൾ അതിനുള്ളിൽ ലോക്ക്ഡൗൺ. അങ്ങനെയുള്ള ആളുകൾക്ക് നമുക്ക് എന്ത് അഡ്വൈസാണ് കൊടുക്കാൻ പറ്റുന്നത്? ആക്ച്വലി മറ്റൊരു പോഡ്കാസ്റ്റിംഗ് എപ്പിസോഡിലേക്ക് നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. രഞ്ജിത്ത് ഭായിയായിട്ടുള്ള 3ാമത്തെ എപ്പിസോഡാണ്. ഫസ്റ്റ് എപ്പിസോഡിൽ ഞാൻ ആരാണ് രഞ്ജിത്ത് രാജ് എന്ന് പറഞ്ഞു, പക്ഷേ ആദ്യമായിട്ട് കേൾക്കുന്ന ആൾക്കൊന്നുകൂടെ രഞ്ജിത്ത് രാജ് ഞാൻ പരിചയപ്പെടുത്തുകയാണ്. പാഡൽ ബിസിനസ് കൺസൾട്ടിങ് എന്ന് പറഞ്ഞൊരു സ്ഥാപനം നടത്തുന്നു. അദ്ദേഹം കുസാറ്റിൽ അസോസിയേറ്റ് പ്രൊഫസറാണ്. BNA ഞങ്ങളുടെ വളരെ ശക്തമായിട്ടുള്ളൊരു മെമ്പറാണ്, ഞങ്ങളുടെ വളരെ സുഹൃത്താണ്. പല പല സ്ഥാപനത്തിനെയും ഈ പാഡൽ എന്ന് പറഞ്ഞ സ്ഥാപനം കൺസൾട്ടിങ്ങിലൂടെ അവരുടെ ബിസിനസ്സിനെ ഗ്രോത്തിലേക്ക് എത്തിക്കാനായിട്ട് സാധിച്ചായിട്ട് നമുക്ക് പേഴ്സണലി അറിയാം. ഞങ്ങൾ തമ്മിൽ നല്ല സുഹൃത്താണ്. അപ്പം നമ്മുടെ പോഡ്കാസ്റ്റിൽ എന്തായാലും ഈ ഒരു പുതിയ ചാനലിൽ എന്തായാലും ഒരാഴ്ച ഒരു ദിവസം രഞ്ജിത്ത് രാജ് വന്ന് നമുക്ക് വേണ്ട ടിപ്പുകൾ, എങ്ങനെ നമ്മുടെ ബിസിനസ്സിനെ ഗ്രോ ചെയ്യിപ്പിക്കാം എന്നുള്ള ചില ടിപ്സൊക്കെയാണ് അല്ലേ. 3ാമത്തെ എപ്പിസോഡാണ് നമ്മൾ അല്ലേ. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഡിസ്കസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എൻ്റെ സബ്ജക്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിലിട്ടാൽ അതിനെക്കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇപ്രാവശ്യം ഡിസ്കസ് ചെയ്യേണ്ടത്, ഇപ്പം നമ്മൾ സാധാരണ ഇപ്പം നമ്മളിപ്പോൾ വീഡിയോ ചെയ്യുന്ന സമയത്ത് ചില ബിസിനസ്സുകാരൊക്കെ നമ്മൾ കാണുമ്പോൾ അവർ പറയും മാറിയെന്നാൽ ശരിയാവുള്ളൂ, നമ്മൾ വളരെ ടൂർ പോകാന്നൊക്കെ പറയുമ്പോഴേ മാറുന്നാൽ ശരി, ഇവിടെ മൊത്തം നമ്മളുടെ ശ്രദ്ധയില്ലാതെ മുന്നോട്ട് പോകില്ല എന്നൊക്കെ ചില ആൾക്കാരും പറയും. അപ്പോൾ ഇവരപ്പോൾ അതിനുള്ളിൽ ലോക്ക്ഡൗൺ, ഈ ഒരു സ്ഥാപനത്തിൽ ലോക്ക്ഡൗൺ. അതൊരു നല്ലൊരു ബിസിനസ് മോഡലാണോ ആക്ച്വലി? അത് അങ്ങനെയുള്ള ആളുകൾക്ക് നമുക്ക് എന്ത് അഡ്വൈസാണ് കൊടുക്കാൻ പറ്റുന്നത് ആക്ച്വലി? ഉറപ്പായിട്ടും മികച്ചൊരു വിഷയമാണ് അല്ലേ. നമ്മൾ ആദ്യത്തെ പോഡ്കാസ്റ്റിൽ പറഞ്ഞ ഒരു കാര്യം വീണ്ടും ആവർത്തിച്ച് പറയാം. സെറ്റപ്പ്, സ്റ്റെപ്പ്, സ്കെയിലപ്പ് എന്ന് പറഞ്ഞു. നമ്മൾ അതിലൊക്കെ 2ാമത്തെ എപ്പിസോഡിൽ സെറ്റപ്പിനെ പറ്റിയേ പറഞ്ഞുള്ളൂ. ഈ സെറ്റപ്പ് എന്ന് പറയുന്ന ഫൗണ്ടേഷനാണ് നമ്മളതിൽ പറഞ്ഞു. അതെ. അടുത്ത ലെവലിലേക്കുള്ള ഗ്രോത്ത് ആണ് സ്റ്റെപ്പ് അപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ. ചിലപ്പോൾ നമ്മളൊരു പുതിയ ബ്രാഞ്ചും കൂടി ഇടുന്നു, പുതിയൊരു ഏരിയയിലേക്ക് ബിസിനസ് വ്യാപിപ്പിക്കുന്നു. ഇനി ഇതും കഴിഞ്ഞ് അപ്പോഴും വളരെ സ്മൂത്തായിട്ട് കാര്യങ്ങൾ പോകുന്നുണ്ടെങ്കിൽ പിന്നീട് ഇത് ലോകം വ്യാപിപ്പിക്കുന്ന ഒരു അവസ്ഥ, അതാണ് സ്കെയിലപ്പ് എന്ന് പറയുന്നത്. അതായത് ഈ സംഭവം പിന്നെ ചിലപ്പോൾ അതൊരു ഫ്രാഞ്ചൈസികളായിരിക്കാം, അല്ലെങ്കിൽ പല സ്ഥലങ്ങളിലേക്ക് ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കാം, പല രീതിയിൽ ബിസിനസ് വ്യാപിപ്പിക്കുന്നു. ഇതിലേക്കൊക്കെ പോകണമെങ്കിൽ ഏറ്റവും ആദ്യം നമ്മൾ ഈ സെറ്റപ്പിൽ നിന്ന് തന്നെ തുടങ്ങണമല്ലോ. ഇവിടെയാണ് ഇപ്പോൾ ചോദിച്ച ആ ചോദ്യത്തിൻ്റെ പ്രസക്തി വരുന്നത്. പലർക്കും ഞാൻ മാറിയുന്ന കാര്യങ്ങൾ നടക്കില്ല. ബിസിനസ്സിന് ഭയങ്കര ഗുണകരമാണ് ചിലപ്പോൾ എക്സിബിഷന് പോണത്, യാത്ര ചെയ്യണത്, ഡീലറെ കാണാൻ പോണത്, കസ്റ്റമറെ കാണാൻ പോകണമെന്നൊക്കെ അറിയാം. പക്ഷെ ഒന്നിനും സമയമില്ല. അപ്പോൾ ഈ അവസ്ഥയുടെ റിയൽ റീസൺ ഐഡന്റിഫൈ ചെയ്ത് അത് കറക്റ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ഇതിന് പറഞ്ഞൊരു പരിഹാരം ഉണ്ടാവുള്ളൂ. അപ്പോൾ എന്നോട് ചോദിച്ച ചോദ്യത്തിന് ഒരൊറ്റ വാക്കിൽ ഉത്തരം പറയുകയാണെങ്കിൽ എല്ലാ ബിസിനസ്സുകാരും ഇവിടെ MBA-കാരാവണമെന്നാണ് ഞാൻ പറയണത്. MBA എന്ന് പറയുമ്പോൾ ഇപ്പോൾ ചിന്തിച്ച് കാണും ഇത് എല്ലാവരും ഇപ്പോൾ കോളേജിൽ ഇപ്പോൾ MBA പഠിക്കുന്നത്. MBA അല്ല ഉദ്ദേശിച്ചത്. MBA മീൻസ് മാനേജ്മെന്റ് ബൈ ആബ്സെൻസ്. മാനേജ്മെന്റ് ബൈ ആബ്സെൻസ്. അതായത് നമ്മുടെ ആബ്സെൻസിലും നമുക്കിത് മാനേജ് ചെയ്യാൻ പറ്റണം. ആ സിസ്റ്റമാണ് പഠിക്കേണ്ടത്. മാനേജ്മെന്റ് ബൈ ആബ്സെൻസ്. ഇത് എങ്ങനെ പഠിക്കും, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഇതാണ് നമ്മുടെ ചർച്ച. അപ്പോൾ ആ ഒരു ക്യാപ്സ്യൂൾ രൂപത്തിൽ ഈ കാര്യത്തെ ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവിടെ മുതൽ അതൊരു ഗെയിം ചേഞ്ചറാണ്. അതായത് പിന്നെ ഈ കാഴ്ചപ്പാട് മാറുവാണ്. ഞാനൊരു ചെറിയൊരു ഇൻസിഡൻറ്റ് പറയാം. നമ്മുടെ പട്ടാഭിരാമൻ സാറിൻ്റെ ഒരു സ്പീച്ച് കേട്ടപ്പോൾ അദ്ദേഹം പറയണം, നമ്മുടെ കല്യാൺ സിൽക്സിൻ്റെ പട്ടാഭിരാമൻ സാറ് പറഞ്ഞാണ്. അദ്ദേഹം തൃശ്ശൂർ ഭാഷയിലാണ് സംസാരിക്കണമല്ലോ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ എൻ്റെ പണപ്പെട്ടിയുടെ അടുത്തുനിന്ന് എന്നാണോ എഴുന്നേറ്റ് മാറിയത് അന്നാണ് എൻ്റെ വളർച്ച ആരംഭിച്ചതെന്ന്. അതായത് അദ്ദേഹത്തിൻ്റെ കുറേ വർഷം പുള്ളിയുടെ സ്ഥാപനത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കഴിഞ്ഞാൽ വല്ലവരും പൈസ അടിച്ചുകൊണ്ട് പോകുമല്ലോ, അത് നോക്കിയിട്ട് ആ പണപ്പെട്ടിയുടെ അടുത്ത്, അതായത് ക്യാഷ് ബോക്സിൻ്റെ അടുത്തിരുന്ന് കച്ചവടം ചെയ്യുന്ന രീതിയായിരുന്നു. ഇതിൽ നിന്ന് പുള്ളി എഴുന്നേറ്റ് മാറി അന്ന് മുതലാണ് നമ്മൾ ഈ കാണുന്ന കല്യാണിലേക്കൊക്കെ ഉള്ളൊരു യാത്ര തുടങ്ങിയെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ അതുപോലെ നമ്മുടെ പല ആളുകൾക്കും വിശ്വാസമില്ല. വിശ്വാസമില്ലാത്തതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ അവരുടെ സ്ഥാപനത്തിൽ അതിനൊരു സിസ്റ്റം ഇല്ല. വിശ്വാസത്തിൻ്റെ ഇതല്ല, ചിലപ്പോൾ അനുഭവങ്ങളുണ്ടാവും. ചെറിയ പരീക്ഷണങ്ങൾ നടത്തിയപ്പോഴൊക്കെ പാളിപ്പോയിണ്ടാവും. പലരും ചിലപ്പോൾ പണം തട്ടിയെടുക്കുന്നു, അല്ലെങ്കിൽ സ്ഥാപനത്തിന് കിട്ടേണ്ട പല ഗുണങ്ങളും വേറെ പോയിന്റുകളിലേക്ക് പോകുന്നതുകൊണ്ട് നമ്മുടെ സ്ഥാപനം തകരുമോ എന്നുള്ള പേടി കാരണം, വിശ്വാസമില്ലാത്ത കാരണമൊക്കെ ആയിരിക്കും സംഭവിക്കണം. അപ്പോൾ സാധാരണ ഞങ്ങൾ ഈ കൺസൾട്ടൻസ് ആയിട്ടുള്ള ആളുകളൊക്കെ ഒരു സ്ഥാപനത്തിൽ ഇൻവോൾവ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രസ്ഥാനങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം മാനേജ്മെൻറ്റിൻ്റെ ഇൻവോൾവ്മെൻറ്റ് കുറച്ചുകൊണ്ട്, അതായത് അവർക്ക് മൈക്രോ ലെവലിലേക്ക് ഇറങ്ങി വരാതെ തന്നെ ഈ പ്രസ്ഥാനത്തെ എങ്ങനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുപോകാം. ഇതിനായിരിക്കും സാധാരണഗതിയിൽ ഏത് കൺസൾട്ടിങ് ഫേമിനെയും ഏറ്റവും കൂടുതൽ ഒരു സ്ഥാപനം ഇൻവൈറ്റ് ചെയ്യണത്. അപ്പോൾ ഞങ്ങൾ ഉപയോഗിക്കുന്ന ഒരു ഫ്രെയിം വർക്ക് ഉണ്ട്, ഒരു മെത്തഡോളജി. അത് ചിലപ്പോൾ ഒന്ന് മനസ്സിലാക്കിയാൽ പലർക്കും അത് ഉപകാരപ്രദമായിരിക്കും. അതിനെ കിസ്മ ഫ്രെയിം വർക്ക് എന്നാണ് പറയണത്. കിസ്മ KISMA കിസ്മ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഏത് സ്ഥാപനത്തിൽ ചെല്ലുമ്പോഴും അവിടെ ഒരുപാട് നല്ല കാര്യങ്ങളുണ്ടാവും. ഇപ്പോൾ നമ്മൾ കൺസൾട്ടൻ്റാന്ന് വിചാരിച്ച് ഇവിടെ മുഴുവൻ മാറ്റിമറിക്കും, അങ്ങനെയൊന്നും അല്ല ചിന്തിക്കേണ്ട. ഒരു പ്രസ്ഥാനത്തിൽ നല്ലത് നടക്കുന്നുണ്ടെങ്കിൽ അത് ഫോളോ ചെയ്യുക.
അപ്പോൾ അതിനാണ് കെ എന്ന് പറഞ്ഞാൽ കീപ്പ് ഇറ്റ്. അതായത് ഉള്ള നല്ല പരിപാടി നന്നായിട്ടാണ് ഇവിടുത്തെ സെയിൽസ് നടക്കുന്നത്, അല്ലെങ്കിൽ നന്നായിട്ടാണ് ഇവിടുത്തെ പർച്ചേസ് നടക്കുന്നത്, അല്ലെങ്കിൽ അക്കൗണ്ടിങ് രീതി പെർഫെക്റ്റ് ആണെങ്കിൽ അത് അതുപോലെ തന്നെ ഫോളോ ചെയ്യുക, നല്ലതെടുത്ത് മാറ്റി വയ്ക്കുക. ഓക്കെ, ക്ലിയർ. ഐ ഫോർ ഇംപ്രൂവ് ചെയ്യുക. അപ്പോൾ ചില ഏരിയകൾ നമ്മൾ നോക്കുമ്പോൾ നടക്കുന്നുണ്ട്, പക്ഷെ അത് പോരാ. ആ കാര്യങ്ങൾ വെച്ച് പോയാൽ ഇങ്ങോട്ട് തന്നെ നിൽക്കേണ്ടി വരും, മുതലാളി മാറിക്കഴിഞ്ഞാൽ ശരിയാവില്ല. അങ്ങനത്തെ ഏരിയകൾ എടുത്തിട്ട് അതിനൊന്ന് ഇമ്പ്രൂവ് ചെയ്യുക എന്ന് പറയുമ്പോൾ ചിലപ്പോൾ അത് ഡെലിഗേറ്റ് ചെയ്ത് അടുത്തവരിൽ കൊടുക്കണതായിരിക്കും, അല്ലെങ്കിൽ അതിനൊരു പ്രോസസ്സോ ഒരു SOP ഒക്കെ ഉണ്ടാക്കി ഒരു ഗൈഡ് ലൈൻ ഉണ്ടാക്കി ട്രെയിൻ ചെയ്ത് അവരെ കൊണ്ട് ആ രീതിയിൽ നടത്തുന്നതായിരിക്കും. അങ്ങനെയുള്ള ഇമ്പ്രൂവ്മെന്റ് കൊണ്ടുവരിക. അപ്പൊ കിസ്മേലെ അയ്യായല്ലോ, കെയു അയ്യോ ആയി. എസ് ഫോർ സ്റ്റോപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഈ സംരംഭകന്റെ ഏതെങ്കിലുമൊക്കെ പ്രവർത്തികൾ തുടർന്നാൽ അദ്ദേഹത്തിന് വളർച്ച ഭാവിയിൽ ഉണ്ടാവില്ല, അദ്ദേഹത്തിന് മാറി നിൽക്കാൻ പറ്റാത്ത അവസ്ഥ. ചിലപ്പോൾ എന്താ പറയുക, ചില കമ്പനികളിൽ നമ്മൾ ചെന്ന അവിടുത്തെ വാച്ച്മാൻ തൊട്ട് അവിടുത്തെ GM വരെ എല്ലാം മുതലാളിയായിരിക്കും, പുള്ളി സൂപ്പർ സ്റ്റാർ ആയിരിക്കും, എല്ലായിടത്തും സ്റ്റാഫിനെയൊക്കെ വെച്ചിട്ടുണ്ട്, പക്ഷെ ആരും ചെയ്താലും ശരിയാവില്ല. പുള്ളി എന്നെ പറയും എൻ്റെ അത്ര ഒക്കൂല, ഞാൻ കയറി ഭയങ്കര അഭിമാനത്തോടു കൂടി ആയിരിക്കും പറയണത്, ഇന്ന് ഞാനാണ് അടിച്ചു വാരിയത്, ഞാനാണ് ഇവിടെ തുടച്ചിട്ടാണ്, കണ്ടില്ലേ എന്നൊക്കെ ചോദിക്കും. പക്ഷെ ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കുറച്ച് കഴിയുമ്പോൾ ഇത് ശമ്പളം കൊടുത്ത് സ്റ്റാഫ് ഉണ്ടാവുകയും ചെയ്യും, അവരും ആയിരിക്കും നമ്മളെന്തിനാ ചെയ്യണം, മുതലാളി തന്നെ വന്ന് ഇതൊക്കെ ചെയ്യണം. അങ്ങനത്തെ ചില പ്രവർത്തികളായിരിക്കും ഇദ്ദേഹത്തെ ഇവിടെ നിന്ന് മാറാൻ പറ്റാത്ത അവസ്ഥയിൽ നിർത്തിയേക്കണത്. അത് സ്റ്റോപ്പ് ചെയ്യണം. അതാണ് സ്റ്റോപ്പ് ഇറ്റ്. ഓക്കെ. പിന്നെ M ആണ് അടുത്തത്. M എന്ന് പറയുന്നത് മൂവ് ഇറ്റ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ചില കാര്യങ്ങൾ മാനേജ്മെന്റ് പ്രയോറിറ്റി വെച്ചിരിക്കുന്ന കാര്യങ്ങളുണ്ടാവും മുൻഗണനാ അടിസ്ഥാനത്തിൽ, അത് ചിലപ്പോൾ ഒന്ന് മാറ്റേണ്ടി വരും. ഒഴിവാക്കാനല്ല, അത് ചിലപ്പോൾ ഒരു ഘട്ടവും കൂടെ കഴിഞ്ഞ് ചെയ്യേണ്ട കാര്യങ്ങളായിരിക്കും. ഉദാഹരണത്തിന് അതായത് ഇപ്പോൾ ചില ആൾക്കാർ ചിലപ്പോൾ ചെറിയ തോതിൽ ബിസിനസ് തുടങ്ങി ഒന്ന് ക്ലിക്കായി വരുന്ന സമയത്ത് തന്നെ അവർ വേറെ നമ്മുടെ സമാനമായ ബിസിനസ്സുകൾ ചെയ്യണത് എക്സ്പോർട്ടാണ്, അല്ലെങ്കിൽ അവർ ചെയ്യുന്നത് വേറൊരു ഓൺലൈൻ മെത്തേഡാണെന്നൊക്കെ പറഞ്ഞു ചിലപ്പോൾ നമ്മൾ അതിലേക്ക് എത്താനായിട്ടുണ്ടാവില്ല, എടുത്ത് ചാടി അതിലേക്ക് പോയിട്ടുണ്ടാവും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഗ്രിപ്പില്ലാത്തൊരു പരിപാടി ചെയ്തിട്ട് ആകെ കുഴഞ്ഞ് നിൽക്കുകയായിരിക്കും. ഇങ്ങനത്തെ പരിപാടികൾ എന്ത് ചെയ്യണു, ജസ്റ്റ് മൂവ് ചെയ്യണുള്ളത് ഒഴിവാക്കണില്ല, നാളെ വേണ്ടത് തന്നെയായിരിക്കും. ചില അടിസ്ഥാനപരമായ സെറ്റപ്പ് ഒന്ന് കറക്റ്റ് ചെയ്യണത് വരെ അതിനൊന്ന് മാറ്റി വെച്ചിട്ട് ഒരു ചിട്ടയായ രൂപത്തിലാക്കുന്നു. ആൻഡ് കിസ്മേലെ ഏറ്റവും അവസാനം A ആണ്, ഓട്ടോമേറ്റ് ചെയ്യുക. ഓട്ടോമേറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ മാറി നിന്നാലും നമ്മുടെ പ്രവൃത്തികൾ നടക്കാനായിട്ട് ടെക്നോളജി ഇന്ന് വളരെയധികം സഹായിക്കും നമ്മളെ. പലപ്പോഴും ഇന്ന് ചിലപ്പോൾ ചില ആപ്ലിക്കേഷനുകളായിരിക്കാം, ചില സോഫ്റ്റ്വെയറുകളായിരിക്കാം, ചില ടെക്നോളജി ആയിരിക്കാം, അത് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ അസാന്നിധ്യത്തിലും ആ കാര്യം ഭംഗിയായി നടക്കുന്ന ഒരു അവസ്ഥ ക്രിയേറ്റ് ചെയ്യുക. ആ ഓട്ടോമേഷൻ്റെ സാധ്യതകൾ ഉപയോഗിക്കുക. കാരണം നമ്മൾ ചെന്ന് നിന്ന് സ്ക്രൂ തിരിച്ചില്ലെങ്കിലോ അത് നടക്കും എന്നുള്ളൊരു അവസ്ഥ ഉണ്ടായാലാണല്ലോ. അതിനാണ് ഓട്ടോമേഷൻ ഭയങ്കരമായിട്ട് സഹായിക്കുന്നത്. അതിനെ വിശ്വസിക്കാം, നമ്മളെ മാറി എന്ന്. അപ്പോൾ ആ ഓട്ടോമേഷൻ, അപ്പോൾ ഇതാണ് ഈ കിസ്മ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ എന്തൊക്കെ കാര്യം കീപ്പ് ചെയ്ത് പോകണം, എന്തൊക്കെ ഇമ്പ്രൂവ് ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങൾ സ്റ്റോപ്പ് ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങളൊന്ന് മാറ്റി വെക്കേണ്ടി വരും, എന്തൊക്കെ കാര്യങ്ങൾ ഓട്ടോമേറ്റ് ചെയ്യണം. ഈ കാര്യങ്ങൾക്കൊരു വ്യക്തത ഉണ്ടാക്കിയാൽ പലപ്പോഴും നമുക്ക് ഇതിനൊരു പരിഹാരമായിരിക്കും. പല ആളുകൾക്കും ഇതൊന്ന് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കിസ്മ ഒന്ന് പ്രാക്ടീസ് ചെയ്യും അല്ലേ, കിസ്മ പ്രാക്ടീസ് ചെയ്യാൻ MBA-കാരനാവാം. ഈ സത്യം പറഞ്ഞാൽ ഈ ഒരു പോഡ്കാസ്റ്റിൽ ഏറ്റവും ഒരു ത്രില്ലെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഷോർട്ട് കട്ടിലൂടെ നമ്മുടെ ആളുകളെ പെട്ടെന്ന് ഇപ്പം നമ്മുടെ ഓഡിയൻസിന് ഇപ്പം കിട്ടിയ 2 ടേക്ക് അവേ കിസ്മയും MBA-യും ആണ് അല്ലേ. ഈ കാര്യങ്ങളൊന്ന് ഫോളോ അപ്പ് ചെയ്താൽ നിങ്ങൾക്ക് എന്തും ചെയ്യാൻ പറ്റും. കറക്റ്റ്. യെസ്, അത് സന്തോഷം. രഞ്ജിത് ഭായ്, നമുക്കിത് ഒരുപാട് ചെയ്യണം കേട്ടോ. അങ്ങനത്തെ കിസ്മയും MBA പോലെ ചില ഷോർട്ട് കാര്യങ്ങൾ ആളുകളിലേക്ക് നമുക്ക് എത്തിച്ചു കൊടുക്കണം. പാടിൽ രഞ്ജിത്തിനായി നമ്മൾ വളരെ വേണ്ടപ്പെട്ട സുഹൃത്താണ്. താങ്ക് യു സോ മച്ച്. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ കാണാം. താങ്ക് യു.